വയസ്സിലാണ് സന്ദീപേട്ടൻ മരിക്കുന്നത്. ആ വയസ്സെന്ന് പറഞ്ഞാൽ ഒരാൾ കല്യാണം കഴിക്കാനാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ 27 വയസ്സ് വിധവയായ കുട്ടിയാണ്. അപ്പോൾ ജീവിതം തുടങ്ങിയ സമയത്ത് തന്നെ സ്വന്തം അച്ഛൻ്റെ കൈ കൊണ്ട് അത് ഇല്ലാതാക്കിയോണ്ട് എനിക്ക് അവരോട് അച്ഛനാണെന്നോ അമ്മയാണെന്നോ ഉള്ള ഒരു ഇതും ഉണ്ടായിട്ടില്ല. പറയുന്നത് മകളാണ്. സ്വന്തം അച്ഛൻ ചെയ്ത ക്രൂരകൃത്യത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ്. അച്ഛനെ മാത്രമല്ല അമ്മയും ശിക്ഷിക്കണമെന്നാണ്. 2017 മെയ് 14 തലശ്ശേരി ചെറുക്കരയിലെ വീടിന് മുന്നിൽ വെച്ച് സന്ദീപിനെ കുത്തിക്കൊല്ലുന്നത്. കൊലപ്പെടുത്തിയത് ഭാര്യയുടെ പിതാവ് പ്രേമരാജ്. കോഴിക്കോട് പന്തീരങ്കാവിലെ വീട്ടിൽ നിന്നും ബൈക്കിൽ ചെറുക്കരയിലെത്തിയായിരുന്നു കൊലപാതകം. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം വിചിത്രമായിരുന്നു. സന്ദീപിന്റെയും ഭാര്യ നിനിഷയുടെയും മകൾക്ക് സെറിബ്രൽ പാൾസി രോഗമുണ്ടായിരുന്നു. തങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇത്തരം രോഗമില്ലെന്നും സന്ദീപിന്റെ കുഴപ്പമാണ് കുട്ടിയുടെ വൈകല്യത്തിന് കാരണമെന്നും നിനിഷയുടെ മാതാപിതാക്കൾ വിശ്വസിച്ചു. ഇതിന്റെ പേരിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായി. ഇതിന്റെ തുടർച്ചയായിരുന്നു കൊലപാതകം.